ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജോഷ് മൈൻഡ്. പഹൽഗ്രാം അറ്റാക്ക് വെറും രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമായിരുന്നു. പാകിസ്ഥാൻ പോലുള്ള ടെററിസം ഇത്രയുമുള്ള ഒരു കൺട്രി ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നടത്തി എന്നതിൻ്റെ പേരിൽ ഇന്ത്യ തിരിച്ച് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ പേരിൽ വളരെ വൈകാരികമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞൊരു പേരും ഇട്ടുകൊണ്ട് ഒരു വലിയ ആക്രമണം പാകിസ്ഥാനെതിരെ നടത്തുന്നത്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു കൺട്രിയുടെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്? വളരെ ടെററിസം വളരെ മനോഹരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൺട്രിയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഇത്രയും ടെററിസ്റ്റെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ പോലൊരു കൺട്രിക്കെതിരെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റാക്ക് നടത്തുകയാണ്. അപ്പം പാകിസ്ഥാൻ എന്താണ്? പാകിസ്ഥാനെ ഫുൾ സമയം ഇന്ത്യനെ ആക്രമിക്കുക, ഇന്ത്യനെ ഇനിയും കൂടുതൽ പ്രതിരോധത്തിലാക്കുക എന്നുള്ളൊരു ചിന്തയാണ് പാകിസ്ഥാനുള്ളത്. അപ്പോൾ പാകിസ്ഥാൻ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആരെങ്കിലും ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേറെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അവിടുത്തെ പാകിസ്ഥാനിലെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്കൊന്നും അവർക്ക് ശ്രദ്ധ കൊടുക്കേണ്ട അധികം കാര്യം അവർക്ക് വരുന്നില്ല. അവരെന്ത് ചെയ്യും? അവർ ഡയറക്റ്റായിട്ട് ഇന്ത്യനെ തിരിച്ചാക്രമിക്കും. അങ്ങനെ ഇന്ത്യനെ തിരിച്ചാക്രമിക്കുമ്പോൾ ആർക്കാണ് കൂടുതൽ നഷ്ടമുണ്ടാകുന്നത്? പാകിസ്ഥാനികൾക്ക് ഇപ്പം ഈ പാകിസ്ഥാൻകാർ ഭക്ഷണം കിട്ടാതെ ചത്താലും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. അവർക്ക് ഇന്ത്യനെ ആക്രമിക്കണമെന്നുള്ള പ്രാഥമിക ഉദ്ദേശം മാത്രമേ പാകിസ്ഥാൻകാർക്കുള്ളൂ. പക്ഷേ ഇന്ത്യ അങ്ങനെയുള്ളൊരു കൺട്രിയാണോ? ഇന്ത്യയുടെ ഏക ലക്ഷ്യം പാകിസ്ഥാന് കൃത്യമായ മറുപടി കൊടുക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ. ഇന്ത്യയിലെ ഒരുപാട് 140, 150 കോടി വരുന്ന ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്കും അവർക്ക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കും അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനൊക്കെയല്ലേ ഇന്ത്യൻ ഗവൺമെന്റ് ബാധ്യതപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതുപോലുള്ള ആക്രമണങ്ങൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ പേരിലൊക്കെ നടത്തി ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ കയ്യടി മേടിക്കാൻ വേണ്ടിയിട്ട് സർക്കാരുകൾ ഇത്തരം പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നഷ്ടപ്പെടുന്നതും യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നതും ഇന്ത്യയുടെ മറ്റ് വികസന കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടിയിരുന്ന വലിയ രീതിയിലുള്ള ഫണ്ടുകളാണ് ഈ രീതിയിൽ ഉപയോഗിച്ച് പോകുന്നത്. നമുക്കറിയാം, ഇത്രയും വലിയൊരു ആക്രമണം നടന്ന സ്ഥിതിക്ക് അടുത്ത വർഷം ഒക്കെ ഡിഫൻസ് സെക്ടറിലേക്ക് മാറ്റിവെക്കുന്ന ഫണ്ടുകൾ എന്ന് പറയുന്നത് ഒരുപാട് ലക്ഷം കോടി രൂപയായിരിക്കും നമ്മൾ ഡിഫൻസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നത്. ഡിഫൻസിന് വേണ്ടിയിട്ട് ഒരുപാട് നേരം മാറ്റിവെക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് അത് രാജ്യത്തിൻ്റെ യഥാർത്ഥ പുരോഗതിയിലേക്ക് അത് വരുന്നില്ല. സാധാരണ ആളുകളുടെ കയ്യിലേക്ക് എത്തേണ്ട ഒരു പണമല്ല അവിടെ വിനിയോഗിക്കുന്നത്. നമ്മൾ വളരെ കോമൺ സെൻസ് ഉള്ള ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള കാര്യങ്ങൾ നടത്തി തിരിച്ചിങ്ങോട്ട് ആക്രമണം വീണ്ടും അവരാദ്യം തന്നെ 10-24 പേരെ കൊന്നിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ സിന്ദൂർ അങ്ങോട്ട് നടത്തിയതിന് ശേഷം തിരിച്ചിങ്ങോട്ട് അവർ വീണ്ടും വന്നിട്ട് 10-14 സിവിലിയൻസിനെയും കൊന്നു, നമ്മുടെ കുറച്ച് സൈനികരെയും കൊന്നു. സോ അങ്ങനെ ഒരു ആക്രമണത്തിലേക്കല്ല നമ്മൾ ഇന്ത്യ എന്നുള്ള രാജ്യം ഈ അവസരത്തിൽ പോകേണ്ടിയിരുന്നത്. ഇന്ത്യ സ്ട്രാറ്റജിക് ആയിട്ടായിരുന്നു കാര്യങ്ങൾ തീരുമാനിക്കേണ്ടിയിരുന്നത്. ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ എന്തെങ്കിലും ഒരു ആക്രമണം പാകിസ്ഥാൻ നടത്തുമ്പോഴത്തേനും ഇന്ത്യയിലെ ജനങ്ങളെല്ലാം കൂടെ കൊട്ടിഘോഷിച്ച് പാകിസ്ഥാനെ മുഴുവനോട് അണുവായുധം പ്രയോഗിച്ച് തീർക്കുക, ന്യൂക്ലിയർ ബോംബ് പാകിസ്ഥാനിലിട്ട് അവിടെയുള്ള എല്ലാ സാധാരണക്കാരും മനുഷ്യനും കൊല്ലുക എന്നൊക്കെ സാധാരണ ജനങ്ങൾ ഇങ്ങനെ മുറവിളി കേൾക്കും. പക്ഷേ ഒരു വിവേകവും ബോധവും ഒക്കെയുള്ള ഒരു ഗവൺമെൻറ് പക്ഷേ സാധാരണ ജനങ്ങൾ ഇങ്ങനെ മുറവിളി കൂട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് ഉടനെ പോയിട്ട് അവരെ ആക്രമിക്കുന്ന രീതി ഒരിക്കലും നല്ലതല്ല. നമ്മുടെ മൻമോഹൻ സിംഗും AK ആന്റണിയൊക്കെയാണ് പ്രതിരോധ മന്ത്രിയായി ഇരുന്നതെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരു ആക്രമണം നമ്മൾ പാകിസ്ഥാനെതിരെ നടത്തില്ലായിരുന്നു. നമ്മൾ നേരെ അമേരിക്കയിലേക്കൊക്കെ പോയി അവർക്ക് സ്ട്രാറ്റജിക് ആയിട്ട് എന്ത് രീതിയിലുള്ള പ്രതികരണം അല്ലെങ്കിൽ എന്ത് രീതിയിൽ അവരെ പ്രതിരോധിക്കാൻ പറ്റുമെന്ന കാര്യം മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ നരേന്ദ്രമോദി ഒരു ഏകാധിപതിയെ പോലെ അല്ലെങ്കിൽ ഒരു ഫാഷിസ്റ്റ് ഒരു വ്യക്തിയെ പോലെ പാകിസ്ഥാനെതിരെ ഇത്രയും വലിയ രീതിയിലുള്ള ആക്രമണം അയച്ചുവിടുക എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ലേ? നമുക്ക് വേണ്ടത് സമാധാനമാണ്. മഹാത്മാഗാന്ധിയൊക്കെ ഇത്രയും വലിയ രാഷ്ട്രീയ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് പോരാട്ടമൊക്കെ നടത്തി അഹിംസയുടെ മാർഗത്തിലൂടെ ആ ഒരു മാർഗത്തിലൂടെ പാകിസ്ഥാനെ നേരിടുന്നതിന് പകരം ഇതേപോലെ ഫിസിക്കലായിട്ടുള്ള രീതിയിൽ നേരിട്ടുകൊണ്ട് എന്ത് പ്രയോജനമാണ് കിട്ടുന്നത്? ഇപ്പം BJPയുടെ ഇമേജ് വളരെ വലുതായിട്ട് കൂടിയിരിക്കുകയാണ് ഇത്രയും വലിയൊരു അറ്റാക്ക് നടന്നതോടുകൂടി. ഇനിയിപ്പോൾ മോദിക്ക് വീണ്ടും അടുത്ത 5 വർഷം കൂടെ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പുകളിലെല്ലാം മോദിക്ക് സുഖസുന്ദരമായിരിക്കും. കാരണം അത്രയും വലിയ PR വർക്കാണ് BJPക്കും നരേന്ദ്രമോദിക്കും വേണ്ടി ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, യുദ്ധം ആരെയും വിജയിപ്പിക്കുന്നില്ല. യുദ്ധത്തിൽ ഒരാൾ പോലും വിജയിക്കുന്നില്ല. യുദ്ധത്തിൽ 2 രാജ്യങ്ങൾക്കും വലിയ രീതിയിൽ നഷ്ടം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഈ പറയുന്ന പാകിസ്ഥാൻ ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ജസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് മാത്രമാണ്. ഈ ഡെവലപ്പിംഗ് കൺട്രീസ് ഒരിക്കലും ഇതേപോലെ യുദ്ധങ്ങളിലേക്ക് പോയിട്ട് അവർ വീണ്ടും അൺഡെവലപ്ഡ് രീതിയിലേക്ക് എത്താൻ പാടില്ല എന്നുള്ള കാര്യമാണ്. ഓവറായിട്ടുള്ള മതസ്നേഹം, മതഭ്രാന്തും വലിയ രീതിയിലുള്ള വിപത്താണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ഓവറായിട്ടുള്ള രാജ്യസ്നേഹവും. എന്താണെങ്കിലും അധികമായാൽ അമൃതം വിഷമാണെന്ന് നമുക്കറിയാം. രാജ്യസ്നേഹം ഒരു പരിധി വിട്ട് കഴിഞ്ഞ് ആ രാജ്യസ്നേഹം മറ്റൊരു രാജ്യത്തുള്ള ആൾക്കാരെ കൊല്ലുക എന്നുള്ളതിലേക്ക് മാറുന്ന സമയത്ത് ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. സോ ഇന്ത്യ ഷുഡ് നോട്ട് ലൈക്ക് ദിസ് കൈൻഡ് ഓഫ് വെരി ഡേഞ്ചറസ് കേസ്. ഇന്ത്യയിലുള്ള പലർക്കും യുദ്ധം തീരുകയാണ്, വെടിനിർത്തൽ പ്രഖ്യാപനം വന്നിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ പകുതി പേർക്ക് എന്തൊരു വിഷമമാണ് ഒരു യുദ്ധം തീരുന്നതിൻ്റെ പേര്. ദിസ് ഈസ് വെരി ഷെയിംഫുൾ.
എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറയുന്നത് പോലെ തന്നെ അത് മാറ്റി ഈ ലോകത്തുള്ള എല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറയുവാനുള്ള ഒരു ഒരു ബുദ്ധിയും വിവേകവുമാണ് നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കേണ്ടത്. ഇന്ത്യയിലുള്ള ദേശസ്നേഹം വളരെ വലുതായിട്ടുണ്ടെന്ന് പറയുന്ന എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞ് പാകിസ്ഥാനെ പോയിട്ട് മുഴുവനോടെ അറ്റാക്ക് ചെയ്യുക, മുഴുവനോടെ നശിപ്പിച്ച് കളയുക, അവരെ മൊത്തത്തോടെ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കുക, നമ്മുടെ പുതിയ മാപ്പിടുന്നു, അതിന് കൈകൊട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരാണ് ഇന്ത്യയിൽ ഇപ്പോൾ താമസിക്കുന്നതിൽ കൂടുതലുള്ളത്.